നമ്മൾ വീടിൻ്റെ മുകളിൽ ഒരു കമ്പനിക്കാരൻ്റെ വീടിൻ്റെ മുകളിൽ തേനീച്ചക്കൂടുണ്ട്. അപ്പോൾ തേനീച്ചൻ്റെ തേൻ എടുക്കാൻ പറ്റുന്നു. അപ്പോൾ മെയ് മാസം ആയതുകൊണ്ട് തേൻ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ തേൻ സൂപ്പർ. അപ്പോൾ നല്ല പുകടണം. പുകട്ടിട്ട് ഈ ഭാഗമൊക്കെ നല്ല അത്യാവശ്യം നല്ല തേനുള്ള ഏരിയയാണ്. വലിയൊരു ഷെല്ലിൽ മുതലിപ്പോൾ ഉള്ളത് തേൻ. അവിടെ പ്ലേറ്റ് ഉണ്ടോ? ഇത് തേന. പൈപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനാദ്യം വേണ്ടത് കുറച്ച് പുക വേണം, പിന്നെ ഒരു ധൈര്യം. ഇത് ഫുള്ള് തേന. കേട്ടോ, ഫുള്ള് തേന. ഒരു പീസ് ഇങ്ങനെ എടുക്കുക. ഇതിങ്ങോട്ട് കടിക്കുമ്പോൾ ഈ കുത്ത് കൊണ്ടതൊക്കെ കണ്ട് മറക്കും. യാ, നമുക്ക് നാട്ടിലൊക്കെ തേനീച്ചണ്ടി പറഞ്ഞോളി, കൊണ്ട് വന്നോളാം. ഇത് ഫസ്റ്റ് ട്രൈയാ. ഇത് സാധനം ഇഷ്ടം പോലെ ഉണ്ടത്. എടുത്ത് നോക്കണം. അടിയത്തിൽ ഇല്ലാതൊന്നുമില്ലേ? ഇല്ല, കേടായതാ. ഫസ്റ്റ് ടൈം പോയതാ. ഇത്ര പോകാൻ മതി. ഇനി അധികം പോകാക്കി കഴിഞ്ഞാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ കുറച്ചും കൂടെ പൊളിച്ചിരിക്കും. തേന തേനാണ് പൊളിച്ചത്. കത്തിയാണ് പൊളിച്ചത്. പോകാണ്ട് ഇങ്ങോട്ട് എടുക്കലാണ് ടാസ്ക്. മതി അങ്ങനെ കറുപ്പ് കളറായിരിക്കുന്നു. ഒക്കെ സാധനമുണ്ട്. ഇല്ല, ഇത് മക്കളാ. ഒരു കുത്തുടി എല്ലാ സാധനം കിട്ടും. ഇല്ലല്ലോ, ഇതില്ല. കഴിക്കല്ലേ ഉണ്ടല്ലോടാ. ഇല്ല, ഏതില്ല. ഈ സൈഡിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. അത് തന്നെ നിങ്ങളെ കത്തിച്ച് ഉപയോഗിക്കും. താഴത്തല്ല കുത്തുപിടുങ്ങാൻ സാധ്യത ഉണ്ടേ. ഒരിക്കലും മയക്കം വിട്ടേ. വിട്ടോളി. ഇപ്പം ഒന്ന് കുടുങ്ങി, 2 കുടുങ്ങി. സ്വർഗസ്ഥനായ പിതാവേ, അത്യാവശ്യം ഉണ്ടാവും. അവിടെ നിർത്തി എത്തും. ഉണ്ട് വൈകി മോനെ. ഇതിലില്ലടാ. ഇതില് ഫുള്ള് മക്കളായതുകൊണ്ട് നമുക്ക് അതേമാതിരി തന്നെ അവിടെ വെക്കാം. തൽക്കാലം അവിടെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേനുള്ള അറ
ഒരു ഷെല്ലും പാടെ തേനുണ്ട്. വൃത്തിയിൽ വെക്കണേ. ഫുള്ളില്ല, തേനില്ലടാ. കുറച്ച് തേൻ എന്തായാലും അവിടെ വെക്കണം. അവർക്ക് അടിക്കോ മക്കളെ ശല്യം നേരെ അടക്കാം. കഴിഞ്ഞതാ ഉണ്ടോ? ഉണ്ട്. മക്കളുടെ ഇല്ല. അവിടെ എടുക്കാം, എടുക്ക്, അവിടെ വെച്ചെടുക്കാം. ഇത് വെച്ചെടുത്താൽ മതി. ഇത് നല്ല ഷെല്ലുണ്ടല്ലോ. എനിക്കൊക്കെ മാത്രമല്ല, നമുക്കും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞടാ. കൂടുതൽ മാന്തി നശിപ്പിക്കണോ? നശിപ്പിക്കണ്ട, അവിടെ നോട്ടെ. നമ്മൾ ഇത് അതേമാതിരി അവിടെ വെക്കാം. പക്ഷെ ഇത് വെച്ചാലും അവിടെ നിൽക്കൂല. ഇത് സൈഡിലാക്കി മെല്ലെ വെച്ചോണ്ടാക്കാം. ഇല്ല, നിൽക്കൂല. എന്താ കെട്ടിയിടണം. ഓല കൊണ്ട് വിട്ടില്ല. റൈറ്റായിട്ട് മറ്റേ ലോക്കൊക്കെ അതിലൂടെ, ഇതിൻ്റെ ഇടയിൽ കൂടെ, മറ്റേതിൻ്റെ ഇടയിൽ കൂടെ ഹോൾട്ട് ഇട്ടിട്ട് അങ്ങനെ കെട്ടിടാൻ കഴിയും. നോക്കട്ടെ, ഓരോ ഒട്ടിച്ചോളൂ സംഗതിയേ. അഥവാ താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ തൂങ്ങിക്കും. ബാക്കി പിന്നെ ഒരു ഒട്ടിച്ചോളൂ. ഓരക്കടി എടുത്താ ചെറിയ തടസ്സം കിട്ടിയാൽ മതി. ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, അടിയും പോകും. നമുക്ക് അതേമാതിരി പ്ലേസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല തേനി ഈച്ചകളുണ്ട്. അവരൊന്നും കാട്ടിയില്ല നമ്മൾ, കണ്ടോ. അപ്പോൾ റാണിയൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. നമ്മൾ പ്ലേസ് ചെയ്യാം. ഇവിടെയല്ലേ കുറച്ച് തേൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം 2-3 മാസമായിട്ടേ ഉള്ളത് വന്നിട്ട് കാണുന്നത്. അപ്പോൾ ഇത് മെയ് മാസം തേൻ എടുക്കുന്ന മാസമായതുകൊണ്ട് എടുത്തതാണ്. ഒരു രസമാക്കി എടുത്തതാണ്. കഷ്ണം അടിച്ചോക്ക്.